വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ദേ നമ്മൾ ഈവനിങ്ങിൽ ഒന്ന് നടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ആർക്ക്? നമ്മൾ കുറേ ആയിട്ട് അപ്പോൾ ഇങ്ങനെ നടക്കാനൊക്കെ പോയിട്ട് ഇപ്പോൾ വെറുതെ അനിയനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെറുതെ നടക്കാനായിട്ട്. നിങ്ങളെപ്പോഴും പോയിട്ടില്ല? ഞാൻ ഇപ്പോൾ നടക്കാനേ പോകാറില്ല. ഇത് കൂടെ ആരും നടക്കാൻ പോകാറില്ല കേട്ടോ. നടക്കും 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 നടക്കാനോ? അതെ അതെ, ലേഡീസ് ഹോസ്റ്റലിലെ സൈഡ് ഫുട്ബോൾ കുപ്രസിദ്ധമായിട്ടറിഞ്ഞു. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ കാർ 24 എന്ന് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് നടക്കാനേ ഉള്ളൂ, ഇത്ര ഒന്നുമില്ല, കുറച്ച്. ആർക്കെങ്കിലും കാറൊക്കെ ആവശ്യമെങ്കിൽ വന്നോളൂ കേട്ടോ. കാർ 24. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ടില്ലടോ, നടാൻ വേണ്ടിട്ട് സെറ്റ് ചെയ്തിരിക്കും. പണ്ടൊക്കെ നമ്മൾ സ്ഥിരം അങ്ങനെ നടക്കാനൊക്കെ വരുമായിരുന്നു ഈ സൈഡിലേക്ക്. പിന്നെ ഇപ്പൊ ഇവിടെ കാർ 24 അങ്ങനെ കുറെ ആയപ്പോ കുറെ തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോ അങ്ങനെ നടക്കാൻ വരാറില്ല. 20 അല്ല കേട്ടോ, ഒരു 2-3 കൊല്ലം മുന്നേ. ഇപ്പൊ ആണെങ്കിലേ ഇവിടെയൊക്കെ നിറയെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളങ്ങനെ വരാറില്ല. ഈ വീട്ടിലൊരു പട്ടിയുണ്ട് കേട്ടോ, അത് നമ്മള് കുറേ ഉണ്ട് തോന്നുന്നു. പക്ഷെ ഇതാണ് ഇങ്ങനെ കുറച്ചിങ്ങോട്ട് ഗേറ്റിന് അങ്ങോട്ട് വരാറ്. വേണ്ട, ഭിത്തി നാശം. ഇതാണ് കേട്ടോ നമ്മൾ പണ്ടൊക്കെ എപ്പോഴും വരാറുള്ള സ്ഥലം. നല്ല രസമാണ് ഇവിടെ. ഇപ്പൊ അങ്ങനെ വരാറില്ല, കൊറേ ആയിട്ട് വരാറേ ഇല്ലേ. ആ കൊറേ പേരൊന്നുമല്ല, ചേച്ചി കുഞ്ഞാപ്പു ഉണ്ടായിരുന്നു. ഞങ്ങള് ഇവിടെ തോട്ടില് ഒരു ദിവസം മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും കിട്ടിയില്ല. കാണിച്ചു തരാട്ടാ, തോട് കാണിച്ചു തരാം. ഇവിടെ ഒരു തോടുണ്ട് ചെറിയ. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ ഒരു ചളി വെള്ളം ആയിരിക്കും ഉണ്ടാവാറ്. വൃത്തിയായിട്ട സ്മെല്ലൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാവാറ്. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ, തെളിനീരാണ്. ഇതാണ് കേട്ടോ തോട്. ചെറിയ ചെറിയ മീനൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങള് ചാടാണ്ട കേട്ടോ. വെള്ളം വരുന്നത് ഉണ്ടോ? ഇവിടുന്നാണ് കേട്ടോ. പക്ഷെ കണ്ടാ പറയില്ലല്ലോ വെള്ളം അവിടുന്ന് വരുന്നത്. ഫുൾ കാട് മൂടി കിടക്കുക. അപ്പുറത്ത് എന്താ ഏട്ടാ, വലിയ തോടുണ്ടോ? പാടാണോ എന്താ? കുളത്തുനിന്നാണ് ഈ വെള്ളം വരുന്നത്. അതടി അതടി രണ്ടെണ്ണം സൂം ചെയ്ത് കാണിച്ചതാ. കൊഴുപ്പച്ചീര ആ നല്ലതാ. കൊഴുപ്പച്ചീര ഇതെന്നെടാ. ദേനാ മീമി. നമ്മള് നടക്കുമ്പോ അവര് സൈഡിൽ നിന്ന് ഓടി 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 പോണു. കണ്ടോ, നിറയുണ്ട് കേട്ടോ. പക്ഷെ ചെറുതാണ്, കാണാൻ പറ്റില്ലേ.
ഞാൻ പിടിച്ചർക്ക് വീട്ടില്ല അങ്ങനെ വീട് കുഴിയുണ്ട്. അതേ ഒരു കൂട്ടം മീൻ പോയിരുന്നു. ആ പൂനെ ഇറങ്ങോ മീൻ ഓർഡർ കണ്ടിട്ട് പോയി ഫുൾ വീഴരുത് കേട്ടോ. അപ്പോ മീമി അവിടുന്ന് എന്തോ വരുന്ന തോപ്പം തന്നെ ആയിരിക്കും. ഇത് ഈ ചെറിയ വെള്ളോ എന്തോ തെന്നി കോളൊന്നല്ല. ഇനി നമുക്ക് ഒരു വലിയൊരു കുന്ന് കയറിയിട്ട് വരാട്ടോ. അതേ വെള്ളം വീണ് ഞാൻ പറഞ്ഞില്ലേ എവിടുന്നോ വെള്ളം വീണ്ടെന്ന്. അവിടെ അങ്ങനെ ഒരു വെള്ളം വീഴണ്ടേ. അപ്പൊ ഓടി ഓടി ഓടി. അയ്യോ അമ്മ ഇവിടെ ആകെ എടുത്തോ. ഇതാണ് കേട്ടോ നമ്മൾ കേറി വന്നത്. ഇപ്പോ ഇതേ ആ കാണുന്നത് കാർ 24 ആണ്. ഈ ഒരു കുത്തനെയുള്ള ഇറക്കാണ് കേട്ടോ ഇത്. ഇതാണ് നമ്മൾ കേറി വന്നത്. എന്തായാലും കൊള്ളാം. മുന്നേ ഒരിക്കലും ഞാൻ കയറിയിട്ടുള്ളൂ കേട്ടോ. ഇത് കല്യാണം കഴിഞ്ഞ ആ സമയത്ത് പിന്നെ അങ്ങനെ വരാറില്ല. നോക്കി നടന്നില്ലെങ്കിൽ ചിലപ്പോൾ നടക്കേണ്ടി വരില്ല. ഉരുണ്ട് 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 താഴ്ത്തത്തേ. ഉരുണ്ട് താഴ്ത്തത്തോ പെട്ടെന്ന് താഴ്ത്തി കേട്ടോ. ചെരുപ്പൂര് ഇടിച്ചു തന്നോ അവിടെ. ഏട്ടൻ കേറിയില്ല കേട്ടോ. ഏട്ടന് വയ്യ പറഞ്ഞിട്ട്. അയ്യോ അയ്യോ കോളം ഇല്ലടാ. അത് വെള്ളം വീഴാണേ. പറമ്പിലെ വെള്ളം വീഴവും. അത് മരത്തിലെ വെള്ളാണ് വീണ്. കാണണം. അതാ കാണാലോ. ഏട്ടനെ വെള്ളത്തിൽ കളിക്കാൻ സമ്മതിക്കില്ല കുട്ടികളെ. പാവം. അയ്യേ എന്റെ കാലിലെന്താണ്? ആണോ? അട്ടയൊന്നുമല്ല, ചളിയാ. ഇതെവിടെ ആയിരിക്കും. അല്ലേ വിചാരിക്കാം. എന്താണോ ചോരനല്ല കേട്ടോ. എന്തായാലും അയ്യ അതില് കൈയിടണ്ടേ. അപ്പുറത്ത് കൈയിട്ടോ. അപ്പുറത്ത് കൈയിടണ്ട. അവിടെ എന്തോ ഒരു അഴുക്ക്.
ചൂണ്ടയും കൊണ്ട് വരാറുന്നു കുഞ്ചേ പരല ഞങ്ങളിത് അവരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അവരിപ്പോഴും വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കുകയാണ്. ഇതുണ്ട് മാമനും മക്കളും കൂടി കളിയാണ് വെള്ളത്തില്. പൂച്ചോട്ടിനെ പിടിച്ച് കളിക്കണം മാത്രം. വരുന്നില്ലേ കളി കളിക്ക്. നല്ല കാറ്റുണ്ട് കേട്ടോ, ഇരിക്കാനായിട്ട് നല്ല സുഖം. അപ്പൊ അതിന്റെ ഉള്ളിക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല കേട്ടോ. ഇങ്ങോട്ട് വന്നേ. വേഷം കിട്ടുന്ന വില മറന്നു പിന്നെ ഒഴുകി പോകും. അപ്പുറം പോയി കോരി എടുക്കേണ്ടി കുഞ്ഞിനെ കൈകളിൽ അതൊക്കെ പൊക്കം കൊണ്ടതെങ്കിലും നിറച്ച് കരിക്കും. ആട്ടോ ശരിയാ. ഇതേ ആ തെങ്ങിലിട്ടോ നിറയെ കരിക്കല്ല തേങ്ങ ആയിരിക്കുന്നു അല്ലേ. കുഞ്ഞാ ചെയ്യാ അതുവരെ പാമ്പ് വേഗം ഇട്ടിട്ട് വാ. അപ്പൊ നമ്മള് പോവാണ്. ചെറിയൊരു ഈവനിങ് വ്ലോഗ് ആയിരുന്നു കേട്ടോ. നടക്കാൻ വന്നതാണ് ഞങ്ങള്. അപ്പൊ ഇനി നേരെ വീട്ടിലേക്കാണ്. അപ്പൊ ഇനി വേറെ എവിടേക്കെങ്കിലും പോവാണെങ്കിൽ അപ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മള് നേരെ വീട്ടിലേക്കാ പോവാന്ന് വിചാരിച്ചിരിക്കണേ. ഇനി കുറച്ച് ഞങ്ങൾ പോകുമ്പോൾ നല്ല മഴക്കാറ് വന്നിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ വീട്ടിൽ പോവാം. പറ്റുമെങ്കിൽ പാടത്തേക്ക് പോവേ. പാടത്തിപ്പൊന്നും ഇല്ല, എന്നാലും പോവാം. ബ്യൂട്ടിഫുൾ പ്ലേസ് ഏതാ ബ്യൂട്ടിഫുൾ പ്ലേസ്? അതേതാ? ലേഡീസ് ഹോസ്റ്റലുള്ള ഭാഗമായിരിക്കും. അവിടെ നമ്മൾ മുന്നേ പോയിട്ടുണ്ട് ഒരു ദിവസം. ഇപ്പം ഞങ്ങളുണ്ടല്ലോ ഇവിടെ നേരത്തെ അഴിച്ചിട്ടതാണ് പോണ വഴിക്ക്. അവളുടെ കയ്യിൽ മുറിയായി എന്നും പറഞ്ഞിട്ട് മുറി കാണിച്ചു കൊടുക്കാ. പോ തൊലി പോയിട്ടുണ്ട്. അത് അതിലൊക്കെ മണ്ണായി മുറിയിലൊക്കെ. കുഞ്ഞ് നല്ല മഴക്കാറുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓടി നിൽക്കാൻ സ്ഥലമൊന്നുമില്ല. പോവാ. പുല്ലിലെങ്ങനെ നിൽക്കുക? മഴ നനയാതെ നിൽക്കണ്ടേ? ചേമ്പിന്റെ അല്ല അല്ലേ? നല്ല കുട്ടി. മഴ ഇപ്പൊ പെയ്യും, ഓടിക്കോ. അതേ നല്ല മഴ വരാൻ പോകണ്ടോ. പെട്ടെന്ന് പോയാ നനയില്ല, അല്ലെങ്കിൽ നമ്മൾ നനയും. നമ്മുടെ നാടൊരു കാട്ടിലാണ് ഗൈസ്. കാടൊന്നുമില്ല കേട്ടോ, കാക്കനാടാണ്. ഇൻഫോ പാർക്കിന്റെ അവിടെയാണ് കേട്ടോ നമ്മുടെ വീട്. പക്ഷെ കുറച്ച് കാടൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈവനിങ് വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. നമ്മൾ നടക്കാൻ ഇറങ്ങിയതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ. ടാറ്റ കൊടുക്കാൻ.